ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളെ കയ്യിൽ കണ്ടില്ല ഫാൻ്റെ മൂടിട്ടോ, ഫാൻ്റെ അടുപ്പ്. നമ്മളെ കയ്യിലൊരു ഒഴിവാക്കിയ കേട് വന്നൊരു ഫാൻ ഉണ്ടായിന്. ആ ഫാന് നമ്മൾ എന്ത് ചെയ്ത്, ആ ഫാൻ്റെ മുകൾ ഭാഗം ഇങ്ങോട്ട് എടുത്തിട്ടോ, അതിലേക്ക് ഇന്ന് നമുക്ക് ചെടി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെടി നടാൻ വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങളാട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളെ മണ്ണ് ഇവിടെ ഓൾറെഡി ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ കരിയില കേട്ടോ അടിച്ച് വാരിയാൽ നമ്മളൊരു കരിയിലയൊക്കെ ഒരു ബക്കറ്റിലേക്ക് ആക്കി വെക്കണം കേട്ടോ, അതെന്തെങ്കിലുമൊക്കെ നടാണ്ടാവുന്നത്. ഇപ്പം എൻ്റെ ചെടി നടുമ്പോൾ എൻ്റെ ആയുധങ്ങളാട്ടോ, എൻ്റെ കൈക്കോട്ട് കണ്ടില്ലേ, ഈ കൈക്കോട്ട് ചെറിയൊരു മുറിയൻ കൈക്കോട്ടാട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ മണ്ണ് ഇളക്കാനും ഇതിനൊക്കെ നമുക്ക് നല്ലത് ഇങ്ങനത്തെ ചെറിയ കൈക്കോട്ടാട്ടോ നല്ലത്. അപ്പം പിന്നെ വലുതൊക്കെ നമുക്ക് പിടിക്ക് വലിയ നടാനൊന്നും ഇല്ലല്ലോ, അതിനെ പൂള ചേമ്പ് അങ്ങനെയൊക്കെ നട്ട് പിടിപ്പിക്കണേനാണ് നമുക്കത് വേണ്ടിയത്. അപ്പം നമ്മൾ ഈ ചെടി എങ്ങനെ നടുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നടാൻ വിചാരിക്കുന്നത് 10 മണിമുല്ല ചെടികൾ തന്നെ കേട്ടോ. അതാണല്ലോ പെട്ടെന്ന് ഇങ്ങനെ പൂവിട്ട് നിൽക്കും ചെയ്യുക, വേഗം പിടിക്കും ചെയ്യല്. അപ്പം ഞാൻ അതിലേക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ നമ്മളെ ഇലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, മണ്ണ് പിന്നെ ഇങ്ങനെ താഴോട്ടേക്കായിട്ട് വീണ് പോവുകയും ചെയ്യില്ല, ഒലിച്ച് പോവില്ല. വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ മണ്ണിങ്ങനെ ഒലിച്ച് പോവുമല്ലോ. അപ്പോൾ ഇതിന് അധികം അടിഭാഗം ഫുള്ളും ഇങ്ങനെ ഹോൾസ് ആണല്ലോ ഉള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ കരിയിലകൾ ഇട്ട് കൊടുത്താൽ മണ്ണൊന്നും ഒലിച്ച് പോവുകയും ചെയ്യില്ല, നല്ലൊരു ഈർപ്പം കിട്ടും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ കരിയില ഇട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ച മണ്ണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ മണ്ണിട്ട് കൊടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മളെ ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഹെൽമെറ്റിൻ്റെ ആ മുൻഭാഗമുള്ള ആ ചില്ലാട്ടോ, ചില്ലെന്ന് പറയാണ്ടില്ല പ്ലാസ്റ്റിക്കാണ്, അതിനോടാട്ടോ ഞാനിങ്ങനെ കോരിയെടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കിട്ടിയാലും എല്ലാത്തിലും നടും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് നോക്കും, അതേതാക്കാൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നമ്മൾ ഒരു സാധനം ആക്രിക്കാർക്ക് കൊടുക്കാണ്ടാവില്ല കേട്ടോ എനിക്ക്. ഞാനിപ്പോൾ ആക്രിക്കടയിൽ പോയിട്ട് ഓരോന്ന് എടുത്തു കൊണ്ടുവരലാണ്. എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ, ആക്രിക്കാരെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓരോട് ചോദിക്കുക, ഓരോട് വാങ്ങി കൊണ്ടുവരിക. നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ചെടികളൊക്കെ നടുകയും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ ചട്ടികളൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമല്ല, നമ്മളെ തന്നെ വേസ്റ്റ് ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ആ ബക്കറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെച്ചതാട്ടോ. അതെന്താ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചതെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ മുകളിലല്ല വെക്കുന്നത്, ഞാൻ ഈ ചെടി നട്ടതിന് ശേഷം വേറെ സ്ഥലത്തേക്കാട്ടോ വെക്കുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിതാ മണ്ണൊക്കെ നിറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ വെള്ളം കൊടിഞ്ഞ് കൊടുത്തിട്ടോ. വെള്ളം കൊടേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് വെള്ളം കൊടിഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ. അപ്പോൾ ഇനി നല്ലോണം കോരി വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. എങ്ങനെയുണ്ട് അവളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കേണ്ടി. ഇതുപോലൊക്കെ നട്ടുപോലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയാട്ടോ. ഇതിങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയാണ്. പിന്നെ തൂക്കിയിടാനുള്ള സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് കുറച്ചുകൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ വിചാരിച്ച്. വെള്ളം ഒഴിച്ച് നോക്കുമ്പം കുറച്ചുകൂടി മണ്ണ് വേണമെന്ന് തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നടേണ്ട ചെടികളൊന്നും ഇനി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ചെടികൾ ഇനി നമ്മൾ 10 മണിമുല്ല ചെടികളുണ്ട്, നമ്മളെടുത്ത് തന്നെ ഉണ്ടായത് കേട്ടോ. ഈ ചെടിയൊക്കെ കണ്ടില്ലേ പൂവിട്ട് നിൽക്കുന്നത്, ഉണ്ടാകുമ്പോഴത്തേനും ഞാനിങ്ങനെ കട്ട് ചെയ്യും, അപ്പോഴത്തേനും വേറെ നട്ട് പിടിപ്പിക്കും. എനിക്കാണെങ്കിൽ 10 മണി ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യം. നല്ല പൂവിട്ട് നിൽക്കും, ഏത് സമയത്തും ഇങ്ങനെ ഉണ്ടാവും ചെയ്യും കേട്ടോ. പിന്നെ ഇതിന് നല്ല വെയിലോട്ടം വേണം കേട്ടോ. അപ്പം ഞാൻ ദീമന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അധികം വലുപ്പം വെച്ചതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് നിറയെ ഇങ്ങനെ നട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ. ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് കേട്ടോ ഇതിനോടൊക്കെ പറഞ്ഞാൽ അറിയുള്ളൂ. താല്പര്യമില്ലാത്തവരോണ്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. എനിക്കാണ് ഈ ചെടി എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. ചെടിയൊക്കെ ഉണ്ടാവുക, പൂവിടുക, അതിന്മേൽ എത്ര ടൈം ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഞാനിതാ ഇത്ര ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ ചെടി 10 മണിമുല്ല ചെടികൾ ഇതുപോലെ ഇങ്ങനെ ഇനി നട്ട് കൊടുക്കുക. ഞാനിങ്ങനെ ഒരു കോല എടുത്തിട്ട് ഇങ്ങനെ കുഴിയാക്കും, എന്നിട്ട് ആ കുഴിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഇനി ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ നട്ട് കൊടുക്കട്ടെ കേട്ടോ. അതുപോലെ ആർക്കെങ്കിലും ചെടിയൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് അറിയിക്കണ്ടേ. ഞാനിങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട്, നമ്മളടുത്തുള്ളതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കാണുമ്പോൾ ഉണ്ടോ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. സാധാരണ ഒരുപാട് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഓരോരുത്തരിങ്ങനെ
വെറുതെ കൊണ്ടുപോകണവരുണ്ട് കേട്ടോ. നമുക്ക് വെറുതെ തരുമോ ഇങ്ങനെ കമ്പൊക്കെ തരുമോ എന്നുള്ളത്. പിന്നെ ചട്ടിയിലൊക്കെ നട്ട് പിടിപ്പിച്ചതൊക്കെ ഞാനിങ്ങനെ ക്യാഷിന് കൊടുക്കും ചെയ്യും കേട്ടോ. നമുക്കും ചെറിയൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ചെടികൾ. ചെടിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചെടികളൊക്കെ വേഗം വാങ്ങിയിട്ടോ. താല്പര്യം ഇല്ലാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്താ, നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കും, നമ്മളെ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം. പിന്നെ പൂവിടണമെന്നല്ല, നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായി വന്നാൽ തന്നെ ഉണ്ടല്ലോ ഒരു പച്ച പച്ച പുല്ലൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നതും ഇലയ ചെടികളൊക്കെ നല്ലൊരു പച്ചപ്പുള്ളൊരു മുറ്റം നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭയങ്കര ഒരു മനസ്സിന് ഒരു സന്തോഷം, മനസ്സമാധാനം, ടെൻഷന് അതൊക്കെ മാറും കേട്ടോ. ഈ ചെടിയും പൂവും പച്ചക്കറികൾ അതൊക്കെ എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഏത് വലിയൊരു ടെൻഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ചെടീൻ്റെ അടുത്തൊക്കെ പോയിക്കുമ്പോൾ നമ്മളെ ടെൻഷൻ എങ്ങോട്ടാ പോണത് എന്നുള്ളത് അതുപോലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. ഇതാ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ടോ, കണ്ടില്ലേ നല്ല ഭംഗി. ഇങ്ങനെ നട്ടപ്പം തന്നെ എന്ത് ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് നിറയെ ഇങ്ങോട്ട് പൂവിട്ടിക്കുമ്പോൾ എന്തൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ എന്തുണ്ടെങ്കിലും ഒഴിവാക്കിയ പാത്രങ്ങളുണ്ടെങ്കിലും എല്ലാത്തിലും നമുക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിക്കുക. അതുപോലെ നിങ്ങളടുത്തൊക്കെ നിങ്ങളൊക്കെ ചെടീനോടൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഫാനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മളോടൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കേണ്ടി കേട്ടോ. നമ്മളെ അടുത്തുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. വാങ്ങി ഇങ്ങനത്തെ ഓരോന്ന് നട്ട് പിടിപ്പിക്കാം. പിന്നെ ഇതിനൊന്നും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ. ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനൊക്കെ ഒഴിച്ച് കൊടുക്കാനും കഴിയും കേട്ടോ. പിന്നെ അതാ നമ്മളെ കയ്യിലൊരു പൊട്ടിയ സ്റ്റൂളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എന്താ ഇത് ഈ സ്റ്റൂളിൻ്റെ മുകളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ സ്റ്റൂള് നമ്മളിവിടെ മുന്നേ തന്നെ ഇങ്ങനെ വെച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ പൈപ്പ് വെള്ളം വരുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിടിച്ച് വെക്കലാണ്. എന്താണ് നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ നമ്മൾ നട്ട് പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ ഇത്. ഈ ചെടി ഇനി നമുക്ക് ആ സ്റ്റൂളിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കാം. നട്ട് പിടിപ്പിച്ചാൽ തന്നെ നല്ല ഭംഗിയില്ലേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കി. നമ്മളെ ചെടികളൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്തിന് രാവിലെ മുറ്റടിച്ച് തരുന്ന സമയത്തുണ്ടല്ലോ എന്തായാലും ഒരു അരമണിക്കൂർ 10 മിനിറ്റുള്ള പരിപാടി എൻ്റെ മുറ്റടിച്ചേരി കയ്യിൽ ഒരു അരമണിക്കൂർ നേരമാവും. അതെന്തോന്ന് ചെടീൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി അതിൻ്റെ ഉള്ളിലൊക്കെ പുല്ല് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് വെട്ടി കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് വെട്ടി കൊടുത്ത് ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റാണ് മുറ്റത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങല്. നമ്മളെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് മുറ്റത്തേക്ക് ഇറങ്ങുക. മുറ്റത്ത് ഇറങ്ങിയാൽ എന്തായാലും എനിക്ക് അരമണിക്കൂർ പിടിക്കുന്നു അറിയാം. അതുകൊണ്ടാണ് കേട്ടോ. മുറ്റത്ത് ഇറങ്ങി നമ്മൾ ചെടികളൊക്കെ നോക്കി അതും അങ്ങോട്ട് പിരിച്ച് കുഴിച്ചിടാനുള്ളത് അങ്ങോട്ട് പിരിച്ച് കുഴിച്ചിടും. ഇതുപോലൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കും കേട്ടോ. ഇങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ലൈക്ക് ആരും തരുന്നില്ല കേട്ടോ. അതുപോലെ നമ്മൾ ചെടിച്ചട്ടി ഇതിലൊക്കെ 10 മണി ചെടികൾ കേട്ടോ. ഈ ചട്ടിക്കൊന്നും അധികം റേറ്റ് ഇല്ല. ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇതിന് ടാഗ് ചെയ്യാം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കെ ബൈ.